അഴിമതിക്കെതിരെയും നീതി നിഷേധത്തിനെതിരെയും നിരന്തര പോരാട്ടം നടത്തിയ നവാബ് രാജേന്ദ്രന്റെ ഓർമ്മകൾക്ക് ഇന്ന് 22 വയസ്സ്. നീതിക്കും മനുഷ്യാവകാശത്തിനും വേണ്ടി നിയമവ്യവഹാരങ്ങളിലൂടെയും പത്രപ്രവർത്തനത്തിലൂടെയും നിരന്തരം പരിശ്രമിച്ചയാളാണ് നവാബ് രാജേന്ദ്രൻ. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ആയുധമായിരുന്നു പയ്യന്നൂർക്കാരനായ ടി.എ. രാജേന്ദ്രൻ തൃശൂരിൽ നിന്ന് ആരംഭിച്ച നവാബ് എന്ന പ്രാദേശിക പത്രം. അധികാര കേന്ദ്രങ്ങളിലെ അഴിമതികളും സ്വജനപക്ഷപാതവും മുഖം നോക്കാതെ രാജേന്ദ്രൻ തന്റെ പത്രത്തിലൂടെ പുറത്തു കൊണ്ടുവന്നു. കേരള രാഷ്ട്രീയത്തിലെ പല പ്രമുഖരെയും വിരളി പിടിപ്പിച്ച ഈ വെളിപ്പെടുത്തലുകൾ നവാബ് രാജേന്ദ്രനെ അധികാരികളുടെ കണ്ണിലെ കരടാക്കി. തട്ടിൽ എസ്റ്റേറ്റ് അഴിമതി ഉൾപ്പെടെ കേരള രാഷ്ട്രീയത്തിലെ അതികായൻ കെ. കരുണാകരനെതിരെ നവാബ് നടത്തിയ പോരാട്ടം ചരിത്രത്തിന്റെ ഭാഗമാണ്. പോലീസിന്റെ കൊടിയ മർദ്ദനത്തിൽ രാജേന്ദ്രന് നഷ്ടപ്പെട്ടത് മുൻനിരയിലെ 2 പല്ലുകൾ. പത്രം അടച്ചുപൂട്ടേണ്ടി വന്നതോടെ നവാബ് രാജേന്ദ്രൻ തന്റെ പുതിയ പോരാട്ടത്തിനുള്ള ആയുധമാക്കിയത് നിയമത്തെയാണ്. ഹൈക്കോടതി വരാന്തയിൽ ഒരു മുറിയോ മേൽവിലാസമോ ഇല്ലാത്ത നവാബിനെ തേടി നീതി തേടിയ സാധാരണക്കാരുടെ കത്തുകളെത്തി. നവാബ് രാജേന്ദ്രൻ, ഹൈക്കോടതി വരാന്ത, കൊച്ചി എന്നതായിരുന്നു വിലാസം. പൊതുതാത്പര്യമല്ലാതെ മറ്റൊരു താത്പര്യവും രാജേന്ദ്രന് ജീവിതത്തിലുണ്ടായിരുന്നില്ല. അനീതിക്കെതിരെ പോരാടാൻ സ്വന്തമായി വക്കീലോ പണമോ ആവശ്യമില്ല. നിയമത്തെക്കുറിച്ചുള്ള അറിവും സത്യസന്ധതയും മാത്രം മതി എന്ന് നവാബ് രാജേന്ദ്രൻ തെളിയിച്ചു. മന്ത്രിമാർ മുതൽ ജഡ്ജിമാർ വരെ നവാബിന്റെ പോരാട്ടത്തിന്റെ ചൂടറിഞ്ഞു. കോടതി മുറികളിലെ നവാബിന്റെ ക്രോസ് വിസ്താരങ്ങൾ പ്രഗത്ഭരായ അഭിഭാഷകരെ പോലും വെള്ളം കുടിപ്പിച്ചു. നവാബിന്റെ പൊതുതാത്പര്യ ഹർജികൾ കൊണ്ട് പൊറുതിമുട്ടിയ സർക്കാർ അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകുക വരെ ചെയ്തു. 2003 53-ാം വയസ്സിൽ വിടവാങ്ങിയെങ്കിലും മലയാളിയുടെ ഓർമ്മയിൽ നീതിക്ക് വേണ്ടി പോരാടാൻ ജീവിതം സമർപ്പിച്ച ആ ഒറ്റയാൾ പോരാളി എന്നും മായാതെ നിലകൊള്ളും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.